ശ്രീ ആദികേശവൻ ബാങ്കിങ് വിദഗ്ധൻ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ആദികേശവൻ, എനിക്ക് തോന്നുന്നു ആളുകളെ അത്രയും കൺവിൻസ് ചെയ്തിട്ടാണ് പണം അയപ്പിക്കുന്നത്. ഇന്ന് ഈ സംഭവം ഉണ്ടാകുമ്പോൾ പോലീസ് വന്നപ്പോൾ പോലും നിങ്ങളിപ്പോ ഞാൻ ഈ പ്രശ്നം ഒന്ന് സെറ്റിൽ ചെയ്യട്ടെ എന്നാണ് അദ്ദേഹം പോലീസിനോട് പോലും പറഞ്ഞത്. അത്രയും വിശ്വസിപ്പിച്ചിട്ടാണ് ഈ കവർച്ച. എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഗൗരവപൂർണ്ണമായ ഒരു ചോദ്യമാണ്. ഇവിടെ ബാങ്ക് കൊടുത്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അനുസരിച്ചാണ് പോലീസ് എത്തിയത്. ബാങ്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന്റെ സമ്പാദ്യം മുഴുവൻ ഇങ്ങനെ വെർച്വൽ അറസ്റ്റുകാർക്ക് കൊടുക്കുകയും ചെയ്തേനെ. അഭിലാഷ്, ഇതിൽ അമ്പരപ്പിക്കുന്ന കാര്യം ഈ അഭ്യസ്ത വിദ്യരായ അല്ലെങ്കിൽ ഡോക്ടർമാര്, പിന്നെ എന്റെ അറിവിൽ തന്നെ അധ്യാപകര് അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് അടക്കം ഉള്ള ആൾക്കാർ ഈ തട്ടിപ്പിനൊക്കെ വിധേയരാകുന്നു. പിന്നെ നിരന്തരമായിട്ടുള്ള അവയർനെസ് ക്യാമ്പയിൻ RBI നടത്തുന്നുണ്ട്, ബാങ്കുകൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നുണ്ട്, മീഡിയയും മാതൃഭൂമി അടക്കം ഉള്ള മീഡിയ നിരന്തരമായി ഇതേപോലത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടും വീണ്ടും ആൾക്കാർ ഈ തട്ടിപ്പിന് ഇരയാവുന്നു എന്നുള്ളതാണ് ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം. കാരണം വെർച്വൽ അറസ്റ്റ് ഡിജിറ്റൽ എന്നാണ്. ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന കാര്യം പ്രധാനമന്ത്രി വരെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി വരെ പറയാനായിട്ട് തയ്യാറായി എന്ന് പറയുമ്പോൾ എത്രത്തോളം വ്യാപകമാണ് ഇതിന്റെ എത്രത്തോളം വ്യാപകമാണ് ഈ തട്ടിപ്പ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കൂടാതെ ഇതില് ബാങ്കുകൾ ഇപ്പം നിരന്തരമായി 24/7 ഈ ട്രാൻസാക്ഷൻ മോണിറ്ററിംഗ് എന്നുള്ള ഒരു ഏർപ്പാട് ബാങ്കുകൾ നടത്തി വരുന്നുണ്ട്. ഇപ്പൊ സൈബർ സെൽ 1930 വിളിച്ചു കഴിഞ്ഞാൽ പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ആദ്യം ചൊല്ലുന്നു. പക്ഷെ അവർക്ക് വിളിക്കാൻ പാകത്തിന് ബാങ്കുകളിലും എല്ലാ ബാങ്കുകളിലും എല്ലാ സംസ്ഥാനത്തിലും 24/7 പ്രവർത്തിക്കുന്ന ഈ സൈബർ മോണിറ്ററിംഗ് സെൽസ് ഉണ്ട്. അപ്പൊ അവരിലേക്കും ഈ നിർദ്ദേശം അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഉടൻ തന്നെ എത്തും. അപ്പൊ അഥവാ ആരെങ്കിലും ശ്രമിച്ചാൽ പോലും ബാങ്കിനെ അറിയിച്ചു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ ഒരു ഗോൾഡൻ അവർ എന്ന് പറയുന്നത് 1 മണിക്കൂറിനകമാണെങ്കിൽ മിക്കവാറും പൈസ നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ എനിക്കും അതിശയം തോന്നുന്നത് ഇത്രയും അവയർനെസ്സും ഇത്രയും കാര്യങ്ങളൊക്കെ മീഡിയയിലൊക്കെ വന്നിട്ടും ആൾക്കാരെങ്ങനെ ഈ തട്ടിപ്പിനിരയാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം. എന്തിനാണ് ഒരാൾ ഒരു നമ്പറിൽ ഫോൺ വഴി ഒരു ബാങ്കും ഒരു കാര്യവും നമ്മളെ ഇൻഫർമേഷൻ സ്വീകരിക്കാനായിട്ട് നമ്മളെ ബന്ധപ്പെടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നിരന്തരമായ ബോധവൽക്കരണമാണ് ഇതിനാവശ്യം. നന്ദി ആദികേശവൻ സാർ.